Hi everyone, Merry Christmas. I know that I'm posting this video right after Christmas, um, but I just wanted to wish you the season greetings. And I know that it has been such a long time since I turned up here, so I just thought of posting a video today. Um, Kerala യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സെമസ്റ്റർ 3 വരുന്ന ഒരു സബ്ജക്റ്റാണ് എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ രണ്ടാമത്തെ മോഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര ടഫായിട്ടാണ് അവർ കാണുന്നതിനെ. So I'll just try my best to break it down in the most simplest manners that I can. Okay. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ടേംസിൽ ഞാനത് ഈ ഒരു ഹോൾ ടോപ്പിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ആക്ച്വലി, പക്ഷെ നമുക്ക് ആ ഒരു ലിംഗ്വിസ്റ്റിക് ബേസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സെമസ്റ്റർ 1ലും സെമസ്റ്റർ 2ലും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ഫോണറ്റിക്സിന്റെ ബേസ് ഒക്കെ പഠിപ്പിച്ചു തരാറുണ്ട്. കാർഡിനൽ വവൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞൊരു ഡയഗ്രാം ഒക്കെ വരച്ച് നമ്മളെ പഠിപ്പിക്കാറുണ്ടെങ്കിലും നമ്മൾ പഠിക്കാറില്ലെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് നിങ്ങൾ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പുതിയതായിട്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്കൊരു ബേസ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം ഏറ്റവും സിമ്പിൾ ടേംസിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കൺവേ ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ചേഞ്ചിനെയാണ് നമ്മൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പദത്തിൽ തന്നെ ഉണ്ട് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്. വവൽ സൗണ്ട്സിൽ വന്ന വ്യത്യാസമാണ് എന്ത് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വോക്കലിക് സൗണ്ട് ചേഞ്ച് നമ്മൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് ആ ഒരു ചില സൗണ്ടുകളുടെ വ്യത്യാസം അതിനെയാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ പലതിൽ പല ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, പല ഇയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. കാരണം ചില ബുക്കുകൾ ഞാൻ നോക്കിയപ്പോൾ 1350 കൊടുത്തിരിക്കുന്നു, ചില ബുക്കുകളിൽ 1400 കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഇതങ്ങ് പഠിച്ചു വെക്കാം. അറൗണ്ട് 1350 to 1700s ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് സംഭവിച്ചത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു വവൽ സൗണ്ട്സിൽ വന്ന ചേഞ്ച് അതൊരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ സംഭവിച്ചതല്ല, പകരം കുറേ വർഷങ്ങൾ എടുത്ത് സംഭവിച്ച കുറച്ച് ചേഞ്ചസ് ആണ്. 1350 ഒരു ചേഞ്ച് സംഭവിച്ചെങ്കിൽ വവൽ സൗണ്ടിൽ ഒരു ചേഞ്ച് സംഭവിച്ചെങ്കിൽ പിന്നീട് 1400, 1450, 1500, 1600 ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ വവൽ സൗണ്ട്സിന് എന്ത് വന്നു? ചേഞ്ചുകൾ വന്നുകൊണ്ടിരുന്നു, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം ആ വ്യത്യാസങ്ങൾ ഒരു പെർട്ടിക്കുലർ പാറ്റേണിലല്ല. ഇപ്പൊ നമ്മൾ ഈ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി പറയാൻ പറ്റും അല്ലേ? 2 1s are 2, 2 2s are 4, 2 3s are 6, 2 ആഡ് ചെയ്ത് പോവാ അല്ലേ? ഒരു പാറ്റേൺ ഉണ്ട് ഇതിന് അല്ലേ? പക്ഷേ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന വവൽ സൗണ്ട്സിന്റെ ചേഞ്ചസ് അത് വളരെ പതുക്കെ സംഭവിച്ചതാണ്. അതിനൊരു പെർട്ടിക്കുലർ സീക്വൻസോ ഒരു പെർട്ടിക്കുലർ പാറ്റേണോ അത് ഫോളോ ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വവൽ സൗണ്ട്സിൽ വ്യത്യാസം വരിക എന്ന് പറയുന്നത് അത് നമ്മൾ ഉച്ചരിക്കുന്ന പല ഇംഗ്ലീഷ് വാക്കുകളുടെ പ്രൊനൗൺസിയേഷനെ തന്നെ ബാധിച്ച കാര്യമാണ്. ഇപ്പം വവൽ സൗണ്ട്സിൽ ചേഞ്ച് വരിക എന്ന് പറയുന്നത് ആ ഒരു പ്രൊനൗൺസിയേഷനെ എഫക്റ്റ് ചെയ്തെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ട് നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലൊക്കെ പഠിക്കുന്ന ഒരു ഓഥറാണ് ചോസർ എന്ന് പറയുന്നത്. അപ്പം ചോസർ എന്ന് പറയുന്ന ഓഥർ, ചോസറിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ? കേക്ക് ഉണ്ടാക്കുന്നതിന് എന്താ പറയാ? ബേക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ചോസറിന്റെ കാലഘട്ടത്തിൽ ബേക്ക് എന്നല്ലായിരുന്നു പറയുന്നത്, പകരം ബാക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും ഈ വീഡിയോ കാണുന്ന കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും
നിങ്ങൾ S1 S2 നിങ്ങളുടെ ടീച്ചേഴ്സ് ഫോണറ്റിക്സ് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ടുള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ബേക്ക് എന്ന് പറയുന്ന വാക്ക്, ബേക്ക്, BAKE, ഇതിന്റെ ഒന്ന് ഫോണറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഒന്ന് എഴുതാമോ? ഞാൻ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് തരാം. 5 സെക്കൻഡിൽ നിങ്ങൾ ബേക്കിന്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഒന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? ബ എഴുതിയിട്ട് ബ, എ ഡിഫ്തോങ് ആയ എ, ക അല്ലെ, അങ്ങനെ ആയിരിക്കും നിങ്ങൾ ബേക്ക് എഴുതുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ചോസറിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ഇതാ നോക്കിക്കേ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോസറിന്റെ സമയത്താണെങ്കിൽ ഫോണറ്റിക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ വരും? ബ ആ ക, ബാക്ക്. ബേക്കിന് പകരം ചോസറൊക്കെ കേക്ക് ബാക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ നമുക്കറിയാവുന്ന എ എന്ന് പറയുന്ന ഡിഫ്തോങ്, അത് പണ്ട് ചോസറിന്റെ കാലഘട്ടത്തിൽ അതെങ്ങനെയായിരുന്നു ഉച്ചരിക്കപ്പെട്ടിരുന്നത്? ആ എന്നായിരുന്നു. അപ്പം ചോസറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വവൽ സൗണ്ട് ആയ ആ പിന്നീട് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിൽ, ഇപ്പോഴത്തെ കാലത്ത് 2023 അത് എന്തായി മാറി? എയ് എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇതാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് ഏതൊക്കെ വവൽസിനാണ് ഈ വ്യത്യാസങ്ങൾ വന്നിരുന്നത്? ഏറ്റവും കൂടുതൽ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വവൽ സൗണ്ട്സിലാണ് ഈ ഒരു വ്യത്യാസം വന്നിരുന്നത്. മിഡിൽ ഇംഗ്ലീഷ് വവൽസ് എന്ന് പറയുമ്പോൾ 7 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മിഡിൽ ഇംഗ്ലീഷ് വവൽസ് മറ്റു ചില വവൽ സൗണ്ട്സ് ആയിട്ട് മാറി. എന്നാൽ ഈ മിഡിൽ ഇംഗ്ലീഷ് വവൽസ് തന്നെ ഇതിൽ ഏതെങ്കിലും 2 വവൽസ് ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു വവലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. 2 വവൽസ് ഒരുമിച്ച് ചേർന്ന് ഒന്നാവുമ്പോൾ അതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ഡിഫ്തോങ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് ഡിഫ്തോങ് ആയിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. സോ അങ്ങനെ വന്നൊരു ചേഞ്ച്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വവൽ സൗണ്ട്സിന് ചേഞ്ച് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ചോസറിന്റെ കാലഘട്ടത്തിൽ കേക്ക് ബാക്ക് എന്ന് പറയുന്നതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കേക്ക് ബേക്ക് എന്ന് പറയുന്നതിലും നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് പദമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ബാക്കിയാനാണോ പറയുന്നത് അതോ ബേക്ക് എന്ന് പറയുന്നതാണോ? ഒബ്വിയസ്ലി കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നത് ബേക്ക് എന്ന് പറയുന്നതിലാണ് അല്ലെ? അപ്പം ഈ ബേക്ക് എന്ന് പറയുന്നതിൽ ആ ഒരു പ്രൊനൗൺസിയേഷന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെ ഒരു വവൽ സൗണ്ടിന് ചേഞ്ചുകൾ വന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മിഡിൽ ഇംഗ്ലീഷ് വവൽസിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ ഈ ഒരു ഡയഗ്രാം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ഇംഗ്ലീഷ് സ്റ്റുഡന്റിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇംഗ്ലീഷ് വവൽസ് എന്ന് പറയുന്ന 5 എണ്ണേ ഉള്ളൂ, AEIOU. ഈ വവൽ സൗണ്ട്സ് എങ്ങനെ 8 എണ്ണം വന്നു എന്നുള്ളൊരു ചോദ്യം വരാം. വവൽസ് നമ്മൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതിന് പല സൗണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് അത് 8 സൗണ്ട്സ് ആവുന്നത്. വവൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വരുന്ന വവൽസ് ആണ് 5 എണ്ണം, AEIOU. ആ 26 ലെറ്റേഴ്സിൽ 5 എണ്ണം എന്താണ്? വവൽസ് ആണ്. വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് വവൽസ് ഉച്ചരിക്കപ്പെടുന്ന ആ ശബ്ദങ്ങളെയാണ് നമ്മൾ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു കാർഡിനൽ വവൽ ഡയഗ്രാം ആണ്. ഇത് കണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 8 വവൽസ് ഉച്ചരിക്കപ്പെടുമ്പോൾ നമ്മുടെ ടങ് എങ്ങനെയാണ്, നമ്മുടെ ടങ്ങും റൂഫ് ഓഫ് ദ മൗത്തും അതിന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഓരോ വവൽ സൗണ്ട്സും പറയപ്പെടുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ വവൽസ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം, താഴെ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് വവൽസ് എടുക്കാം. നമ്മുടെ നാക്കിന്റെ ഫ്രണ്ട് പാർട്ടും റൂഫ് ഓഫ് ദ മൗത്ത് അതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഓപ്പണിംഗ് അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്പണിങ്ങിനനുസരിച്ചാണ് ഈ 4 വവൽസും ഉച്ചരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ വായിക്കുന്നത്. ആ ആ ആ. ഓക്കെ, ആ നമ്മളിങ്ങനെ ആ നാക്കിങ്ങനെ വെളിയിലിട്ട്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര കോമഡി ആയിരുന്നു ഇത് പഠിക്കുന്നതൊക്കെ. ഞങ്ങളുടെ സാർ ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾ നാക്ക് വെളിയിലിടുക എന്ന് പറയും. ഇങ്ങനെ ആ ആ നമ്മളിങ്ങനെ ചില സമയത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആ ഇങ്ങനെ പറയുന്നത്, ആ ഇങ്ങനെ that same sound, ആ. ഓപ്പൺ, ആ. കണ്ടോ, റൂഫ് ഓഫ് ദ മൗത്തും ടിപ്പ് ആ ഒരു ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ടങ് കുറച്ച് ഓപ്പൺ ആണ്. ദെൻ
ആ ഒരു ഈ രണ്ടാമത്തെ സൗണ്ട് അല്ലേ, ഈ ഓപ്പൺ മിഡിൽ വരുന്ന ഈ സൗണ്ട്, ഇത് ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്, നമുക്ക് ഈ ഏമ്പക്കം വരുമല്ലോ, ഏമ്പക്കം വരുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പാർട്ട് ഓഫ് ദ ഏമ്പക്കം, that starting point of the verb, that like ആ ഒരു സൗണ്ട് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ദെൻ ക്ലോസ് മിഡ്. ക്ലോസ് മിഡിൽ ഇത് ഇ എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിലും ഇത് വായിക്കുന്നത് എ എന്നാണ്. എ. സോ a എ ഇ ഇ ഇ, കണ്ടോ, ഇത് ഇ എന്നാണ് വായിക്കപ്പെടുന്നത്. ഇതാണ് 4 ഫ്രണ്ട് വവൽസ് എന്ന് പറഞ്ഞത്. സോ a എ ഇ. ഇനി അടുത്ത് നമുക്ക് ബാക്ക് വവൽസിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഫ്രണ്ട് വവൽസ് ആയിരുന്നു. ഇനി നമുക്ക് ബാക്ക് വവൽസിലേക്ക് പോവാം. ബാക്ക് വവൽസ് താഴെ നിന്നാണ് തുടങ്ങുന്നത്. ഇതെങ്ങനെ വായിക്കുന്നത്? ഇത് ആ ആ. നെക്സ്റ്റ് ഓ ഓ. അടുത്തത് ഓ ഓ. ദെൻ ഉ ഉ. സോ ആ ഓ ഓ ഉ. ഇങ്ങനെയാണ് ബാക്ക് വവൽസ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 8 വവൽസ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള 8 വവൽസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ മിഡിൽ ഇംഗ്ലീഷിൽ 7 വവൽസ് ഉള്ളല്ലോ എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ 7 വവൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. സംഭവം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ വവൽസും കുറച്ച് നീട്ടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നീട്ടി പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? അപ്പൊ നോക്കിക്കേ, ഈ ആയും ഈ ആയും കൂടി ചേർന്ന് ഇത് ഇങ്ങനെയായിരുന്നു മിഡിൽ ഇംഗ്ലീഷിൽ ഇരുന്നിരുന്നത്. ആ ആ. കുറച്ചുകൂടി നീട്ടി ഒന്ന് പറയാം. ആ. ദെൻ ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ട് പോവാണെങ്കിൽ ഇത് ആ ഏമ്പക്കത്തിന്റെ സൗണ്ട് കുറച്ചുകൂടി നീളണം. പിന്നെ ഏ ഈ. കണ്ടോ, ഒരു നീട്ടം വേണം പറയുമ്പോൾ. ഇനി അടുത്ത ഇവിടെ നോക്കിക്കേ, ഓ ഓ ഊ. കണ്ടോ, അങ്ങനെ ഒരു നീട്ടം വേണം. ഞാൻ പറയുമ്പോൾ ഇത് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ട്രോളുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെയാണ് ഈ ഓരോ വവൽ സൗണ്ട്സും ഉച്ചരിക്കപ്പെടുന്നത്. ഓക്കെ, കുറച്ച് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് നിങ്ങളെ എങ്ങനെയാണെങ്കിലും ഇത് കാണാതെ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നില്ലേ, ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മിഡിൽ ഇംഗ്ലീഷ് വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പം ഞാനിപ്പോൾ ഈ 8 വവൽ സൗണ്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അല്ലേ. അപ്പം ഇതിൽ എന്നാലും ചില കുട്ടികൾക്ക് വവൽസ് എന്താണെന്നും അല്ലെങ്കിൽ ഡിഫ്തോങ്സ് എന്താണെന്നൊന്നും തന്നെ ഒരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് നമുക്ക് കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു ലിംഗ്വിസ്റ്റിക് ബേസ് ആദ്യം കൊണ്ടുവരാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിന്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം ഇനി ഞാൻ പറയാൻ പോകുന്നത് ലിംഗ്വിസ്റ്റിക്സ് തീരെ അറിയാത്ത കുട്ടികൾക്ക്, ഫോണറ്റിക്സ് തീരെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻ ആയിരിക്കുമേ. ഇപ്പം ഇംഗ്ലീഷിൽ വവൽ സൗണ്ട്സ് ഉണ്ട്, കോൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. അപ്പൊ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മൊണോഫ്തോങ്സും ഡിഫ്തോങ്സ് ആയിട്ട്. മൊണോഫ്തോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സൗണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ മൊണോഫ്തോങ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്യോർ വവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഓൾമോസ്റ്റ് 12 മൊണോഫ്തോങ്സ് ആണ് ഉള്ളത്. അപ്പം ആ മൊണോഫ്തോങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീറ്റിനകത്ത് വരുന്ന ഈ ഒരു നീട്ടി നമ്മൾ ഈ എന്ന് പറയും. ഇനി ഈ ഹിറ്റ്, സിങ്, കണ്ടോ അതിനകത്തൊക്കെ വരുന്ന ഒരു ഈ സൗണ്ട്, നീട്ടമില്ല. അടുത്തത് ഇത് ഏത് സൗണ്ട് ആയിരുന്നു? നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇത് എന്തായിരുന്നു? എ. വെന്റ്, സെന്റ്, മെസ്. കണ്ടോ, ഇനി ഈ എയും ഇയും കൂടി ചേർന്ന് ഇത് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, ഇതെന്തോ സൗണ്ട് ആണെന്ന്. ഇതൊന്നും അല്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നാക്കൊന്ന് വെളിയിലിട്ട തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ആ. ഓക്കെ, ആ സൗണ്ട് ആണ്. ലൈക്ക് ഹാൻഡ്, കാറ്റ്, ആ ഒരു ആ സൗണ്ട് വരുന്നില്ല, അതാണ് ഈ എയും ഇയും കൂടി ചേർന്നിരിക്കുന്നത്. ഇനി ഇത് എന്താണിത്? ആ സൗണ്ട്, ലാർജിനകത്ത് ഹാഫിനകത്തൊക്കെ വരുന്ന ആ സൗണ്ട് ആണ്. ഇനി ഇതെന്താണ്? ഓ ഓഫ്, ഗോട്ട്,
ലോസ്റ്റ്, that o സൗണ്ട് ആണത്. ഇനി ഇതെന്ത് സൗണ്ട് ആണ്? o o o സൗണ്ട് ആണിത്. door, pork, board, sword, that o സൗണ്ട് ആണ്. ഇനി ഇതെന്താണ്? ഇത് u look, good, should ഇതിൽ വരുന്ന u സൗണ്ട് ആണ്. ഇതെന്താണ്? ഊ, നീട്ടി വിളിക്കണം. ഈ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ വരുന്ന ഈ കണ്ട ഈക്കകത്ത് 2 കുത്തുണ്ട് അല്ലേ? പിന്നെ ഇവിടെ ഇപ്പൊ ഈ കണ്ട ഊനകത്ത് 2 കുത്തുണ്ട്, ഇവിടെ കണ്ട ഓനകത്ത് 2 കുത്തുണ്ട്. അപ്പൊ ഇത് ഇച്ചിരി കൂടെ നീട്ടി ഒന്ന് വിളിക്കണം. അപ്പൊ ഇതെങ്ങനെ വിളിക്കും നിങ്ങള്? ഈ ഒരു സംഭവം എങ്ങനെ വിളിക്കും? ഊ, മൂഡ്, സൂൺ, ജ്യൂസ്, ഹൂ. കണ്ടോ, ഒരു നീട്ടം ഉണ്ട് അവിടെ. ഇനി ഇതെങ്ങനെയാ വായിക്കുന്നത്? ഇത് നമ്മുടെ സൗണ്ട് ആണിത്. അപ്പൊ സൗണ്ട് എങ്ങനെയാ വായിക്കുന്നത്? സൺ, അപ്പ്, മണി എന്ന് പറയുന്ന വാക്കുകളിൽ വരുന്ന ആ ഒരു സൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോണറ്റിക് സിമ്പിൾ ആണ്, ഒരു വവൽ സിമ്പിൾ ആണ് എന്ത്? എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതെങ്ങനെ വായിക്കും? ഏമ്പക്കം കുറച്ചുകൂടി ഒന്ന് നീട്ടിപ്പിടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ റാ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയത്തില്ല. ടീച്ചർ എന്ന് നമ്മൾ പറയാം. ടീച്ചർ ഇതൊക്കെയാണ് അതിന്റെ അവസാനം വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി ഈ 3 ഇട്ടിട്ട് 2 കുത്തിടുന്നത്. സർഫ്, ബേർഡ്, വേഴ്സ്, ലേൺ. ഇനി ഇതെന്താണ്? ഇത് ആ സെയിം ഏമ്പക്കം, പക്ഷെ ഏമ്പക്കം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ടീച്ചർ, ബലൂൺ, സിസ്റ്റം, ആക്ടർ, പക്ഷെ കുറച്ചുകൂടി നീട്ടി വിളിക്കുകയാണെങ്കിൽ അതേതായിരിക്കും? ആ മേളിൽ കിടക്കുന്ന 3 ഇട്ട് കഴിഞ്ഞിട്ട് 2 കുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മൊണോഫ്തോങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ ഞാനിത് പറഞ്ഞു പോയെന്ന് വെച്ചാൽ നിങ്ങളിത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ഭയങ്കരമായിട്ടും പഠിക്കാനൊന്നും പറ്റില്ല. ഒന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉച്ചരിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു മൊണോഫ്തോങ്സിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് മൊണോഫ്തോങ്സിന്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ യൂട്യൂബിൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന ഇഷ്ടത്തിന് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഒന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മൊണോഫ്തോങ്സ് എന്ന് പറയുന്നത്. 12 മൊണോഫ്തോങ്സ് ഉണ്ട്. ഇനി ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, 2 വവൽ സൗണ്ട്സ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത്? ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ 8 ഡിഫ്തോങ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഔ, ഇത് മറ്റേ സൗണ്ട് ആണിത്. ഔ, ലൗഡ്, ടൗൺ, കൗ, ഫൗണ്ട്, ഔ സൗണ്ട്. ഇതെന്താണ്? ഐ എങ്ങനെ? ലൈൻ, ബൈറ്റ്, ബൈറ്റിലെ ഐ സൗണ്ട്. ഓക്കെ, ഇതെന്താണ്? എ, സെയിം, വെയിറ്റ്, ഫേറ്റ്, ലെയിൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇനി ഇത് എയർ, ഇത് മറ്റേ ഇത് മറ്റൊന്നും അല്ല, ഇത് മറ്റേ നമ്മുടെ ഏമ്പക്കത്തിന്റെ സൗണ്ടാണ്. അപ്പം എയർ, ഫെയർ, വെയർ, ബെയർലി, കെയർ. നമ്മൾ ഒരിക്കലും കെയർ ബെയർലി എന്നല്ല പറയുന്നത്. കെയർ, ബെയർലി. that air sound should be there. സ്ട്രെസ് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഇത് എങ്ങനെയായിരിക്കും? ഇയർ ഇങ്ങനെ ലൈക്ക് ആ ഒരു കുറച്ച് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് പോട്ടെ സാധനം അങ്ങ്. ഡിയർ, അപ്പിയർ, വിയർഡ്. ഓക്കെ, ഇനി അടുത്തത് grow, don't, loan, so that o and ഒരുമിച്ച് വരുന്നതാ ഇനി ഇതൊന്ന് നോക്കിക്കേ. ഇതെങ്ങനെ നമുക്ക് പറയാം? ഇത് ഓയ്, ഓക്കെ, ഓയ്, annoy, toy, loister, hoist. ഓക്കെ, അങ്ങനെ വരുന്നത്. ഇനി അടുത്തത് ഇത് മറ്റേ ഏമ്പക്കത്തിന്റെ സൗണ്ടാ, ചെറിയ ഏമ്പക്കത്തിന്റെ സൗണ്ട്. ഊടെ കൂടെ. അപ്പം യൂഷ്വലി, വിഷ്വൽ,
മെച്യൂരിറ്റി, ടൂർ, ടൂർ. അപ്പം ഈ ടൂർ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും നാളും ഞങ്ങൾ ടൂറിന് കൊണ്ടുപോവോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഞങ്ങളൊന്ന് ടൂറിന് കൊണ്ടുപോവോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ HODസിന്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ എങ്ങനെ ചോദിക്കണം? മാം ഞങ്ങളെ ഒന്ന് ടൂർ കൊണ്ടുപോവോ എന്നൊക്കെ ചോദിക്കണം. Okay, so these are the 8 diphthongs in English language. അപ്പം ഇത് ഒറ്റയടിക്ക് ഈ വീഡിയോ ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ I just wanted to make you familiarized with it. ഇത് നമ്മൾ ഫെമിലിയർ ആയ മാത്രമേ നമുക്ക് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്താണെന്നും അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ I hope this is clear. ഇത്രയാണ് 8 diphthongs. അടുത്തത് ഈ വവൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 കാറ്റഗറിയിലാണ് നമ്മൾ തിരിക്കുന്നത് അല്ലെ? ഒന്ന് മോണോഫ്തോങ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്യോർ വവൽസ്. രണ്ടാമത് ഡിഫ്തോങ്സ് അല്ലെ? 2 വവൽസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫ്തോങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ വവൽസിനെ നമ്മൾ ഈ പഠിച്ച ആ വവൽസ് ഇല്ലേ, നമ്മൾ ഈ പഠിച്ച മോണോഫ്തോങ്സും ഡിഫ്തോങ്സും, ഇതിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. ഷോർട്ട് വവൽസും ലോങ് വവൽസ് ആയിട്ടും. വാക്കിൽ തന്നെ ഉണ്ട്. ഷോർട്ട് വവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വവൽ സൗണ്ട് ഉച്ചരിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ലോങ് വവൽസ് എന്ന് പറയുന്നത് കുറച്ച് നേരം അതിന്റെ സൗണ്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷോർട്ട് വവൽസ് എന്ന് പറയുന്നത് ഇവിടെ 5 വവൽസ് ആണ് ഉള്ളത്. ഒന്ന് ആ, ഹാറ്റിനകത്ത് വരുന്ന ആ, സെന്റിനകത്ത് വരുന്ന എ, ഇ, ഓ, എ. Okay, for example, A in hat, A in scent, E in sit, O in hot, A in fun. ഇപ്പൊ ഈ 5 ഷോർട്ട് വവൽസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഷോർട്ട് വവൽസിനെ ഒന്നും തന്നെ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എഫക്ട് ചെയ്തിരുന്നില്ല. ലോങ് വവൽസിനെ ആയിരുന്നു എഫക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ലോങ് വവൽസ്? ആ 5 ഷോർട്ട് വവൽസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാം തന്നെ എന്താണ്? ലോങ് വവൽസ് ആണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ, കേക്കിനകത്ത് വരുന്ന എ സൗണ്ട്. ഇ, നീട്ടമുണ്ട് ഇ. മീറ്റിനകത്ത് വരുന്ന ഇ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ നീട്ടമുണ്ടെങ്കിൽ, സൗണ്ടിന് നീട്ടം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഇ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ 2 കുത്ത് കാണുന്നില്ലല്ലോ. അത് ആ സ്ലാഷ് വീണോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കേട്ടോ. ശരിക്കും ഇ കഴിഞ്ഞിട്ട് 2 കുത്ത് നിങ്ങൾ ഇടാൻ മറന്നു പോകരുത്. ഇ, അപ്പൊ ഇ ഇൻ മീറ്റ്, ഇ ലോങ് വവൽ, കുറച്ചു നേരം കൂടി ആ സൗണ്ട് നിൽക്കുന്നുണ്ട്. ഐ, കണ്ടോ, കുറച്ചു നേരം നിൽക്കുന്ന ഒരു സൗണ്ടാ ഐ. ലൈക്ക് സൈഡിനകത്ത് വരുന്ന ഐ. ഔ, ഔ. ഫോൺ, നമ്മൾ ഫോൺ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഫോൺ. അപ്പം ആ ഒരു ഔ സൗണ്ട്. ഊ, നീട്ടമുണ്ട്, ഊന് നീട്ടമുണ്ട്, 2 കുത്തിടാൻ മറന്നു പോകരുത്. ഊ, സൂണിനകത്ത് വരുന്ന ഊ. ദെൻ ആ, 2 കുത്ത് അഗൈൻ, അവിടെ 2 കുത്തുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. ആ. ഓക്കെ, കാറിനകത്ത് വരുന്ന ആ സൗണ്ട്. ഓ, വീണ്ടും 2 കുത്തുണ്ട്. പുവർ, ദാറ്റ് ഓ, പുവർ, ലൈക്ക് ആ ഒരു പുവർ. എന്നിട്ട് പുവർ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? പുവർ. ഓക്കെ, ഇയർ. ഓക്കെ, ഹിയറിനകത്ത് വരുന്ന ആ ഒരു ഇയർ സൗണ്ട് ആണ് ആ ഒരു ഡിഫ്തോങ്. നേരത്തെ നമ്മൾ ഈ ഡിഫ്തോങ്സ് ഒക്കെ നോക്കിയിരുന്നു, നേരത്തെ ഞാൻ ഡിഫ്തോങ്സ് പഠിപ്പിച്ചപ്പോൾ. അപ്പൊ ഇത് ലോങ് വവൽസിനകത്ത് ഇത്രയാണ് വരുന്നത്. ഇനി ആ ഒരു നീട്ടമുള്ള ഏമ്പകത്തിന്റെ സൗണ്ട്. ബേർഡിന്റെ സൗണ്ട്. നെക്സ്റ്റ് മെച്യൂർ. അപ്പം മെച്യൂർ, നമ്മൾ മെച്യൂർ ആയി എന്നാണ് പറയുന്നത് അല്ല, നമ്മൾ മെച്യൂർ എന്നാണ് പറയുന്നത്. ശരിക്കും എങ്ങനെയാണ്? മെച്യൂർ, that then air, ഹെയറിനകത്ത് വരുന്ന എയർ. ഓക്കെ, സോ ഇതാണ് ലോങ് വവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോങ് വവൽസിലാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. നമ്മൾ ആ പഠിച്ച മൊണോഫ്തോങ്സ് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട് അല്ലേ? മൊണോഫ്തോങ്സിൽ
അഞ്ചെണ്ണം എന്താണ് ഷോർട്ട് വവൽസ് ആണ്, ബാക്കി എല്ലാം തന്നെ ലോങ് വവൽസ് ആണ്. എല്ലാ ഡിഫ്തോങ്സും തന്നെ ലോങ് വവൽസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് പഠിക്കാൻ പറ്റും. പക്ഷെ എന്താണെങ്കിലും വവൽ സൗണ്ട്സ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഇത്ര ഞാൻ നിങ്ങൾക്ക് ഒരു ബേസ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മൊണോഫ്തോങ്സ് എന്താണ്, ഡിഫ്തോങ്സ് എന്താണ്, ഷോർട്ട് വവൽസ് എന്താണ്, ലോങ് വവൽസ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് തിരിച്ച് ആ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിലേക്ക് വരാം. അപ്പൊ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ലോങ് വവൽസിൽ വന്ന വ്യത്യാസങ്ങളായിരുന്നു, സൗണ്ട് ചേഞ്ചസ് ആയിരുന്നു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു 5 സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 5 സെറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഈ 5 സെറ്റ് ഓഫ് വവൽ സൗണ്ട് ചേഞ്ചസ് ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുവാ ഇത് മനസ്സിലാവുന്നല്ലോ, ഭ്രാന്ത് എടുക്കുന്നല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ ടഫ് പാർട്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള പറഞ്ഞുതരാം, പിന്നെ ഇതിൻ്റെ ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ പഠിക്കാം. ഇപ്പൊ ഇതെങ്ങനെയായത് വരുന്നത്? ഓ ഓ എന്ന് പറയുന്ന സൗണ്ട് ഓ ഐ, ഓ എന്ന് പറയുന്ന സൗണ്ട് ഔ ഐ. ഓക്കെ, അപ്പം ഓ എന്ന് പറയുന്ന സൗണ്ട് ഓ ഐ, ഓ എന്ന് പറയുന്ന സൗണ്ട് ഔ ഐ. അപ്പം ഇവിടെ ഒരു ചെറിയ ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം അല്ലെ, മനസ്സിൽ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത് ഓ ആണ്, ഇത് ഓ ആണ്, അപ്പൊ ഇത് ഔ ആണ്. ഇത് നിങ്ങൾ സമ്മതിച്ചിരുന്നു, ഇത് ഔ ആണ്, ഇത് നിങ്ങൾ ഡിഫ്തോങ് പഠിച്ചു. അപ്പൊ ഇതെന്തുവാ, ഇതെന്ത് സാധനം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം. സംഭവം എന്ന് വെച്ചാൽ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഔ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുന്നെങ്കിലും മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഒ യു എന്ന രീതിയിലായിരുന്നു ഔ എന്ന് പറയുന്ന സൗണ്ട് എഴുതിയിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും ഒന്നാണ്. മനസ്സിലായി? ഇവര് രണ്ടല്ല, ഇവര് ഒന്നാണ്. ഓക്കെ, അപ്പം ഇവര് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഒ യു എന്നായിരുന്നു എഴുതുന്നത്. ഔ എന്ന് പറയുന്ന സൗണ്ട് ഒ യു എന്ന രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോണറ്റിക്സിൽ അതെങ്ങനെ എഴുതുന്നത്? ഔ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഓക്കെ, എനിക്ക് ഈ സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇച്ചിരി കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഓൾറൈറ്റ്, അപ്പം ഓ ഓ എന്ന് പറയുന്നത് ഹാഫ് ഓപ്പൺ സൗണ്ട് ആയിരുന്നു, അത് ക്ലോസ്ഡ് ആയ ഓ ആയിട്ട് മാറി. പിന്നീട് ഓ ഒരു ഡിഫ്തോങ് ആയ ഔ ആയിട്ട് മാറി. ഇപ്പോൾ ആ ഔ എങ്ങനെ എഴുതുന്നത്? ഔ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ ഗോട്ട്, ഗോട്ട്, ദാറ്റ് ഔ, ഗോട്ട്, ഔ സൗണ്ട് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് സൗണ്ട് ചേഞ്ച് ഓഫ് സെറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സൗണ്ട്സിന്റെ ചേഞ്ച് ആണ്, ഫസ്റ്റ് സെറ്റ് ഓഫ് സൗണ്ട്സിന്റെ ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ഇത്രയും ക്ലിയർ ആണോ? ഇത് ഇത്രയും നല്ലപോലെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സൗണ്ട് സെറ്റ് നോക്കിയാലോ? അപ്പൊ രണ്ടാമത്തെ സെറ്റ് ഓഫ് സൗണ്ട്സ് നോക്കിയാലും ഏകദേശം സിമിലർ തന്നെയാണ്. ഇതെന്താണ്? ഇത് ഓ ആണ് അല്ലെ, നമ്മളിവിടെ നേരത്തെ കണ്ട ഓ സൗണ്ട് ആണ്. ഈ ഓ ഊടെ കൂടെ ചേർന്നിട്ട് ഔ ആവുന്നു, ഔ ആവുന്നു. ഓക്കെ, ഇവിടെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ ഓ എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ ഏതാ ഈ ലെറ്റർ കിടക്കുന്നത്? ഊ ആ കിടക്കുന്നത്. ഇത് ഔ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് ചേഞ്ചിൽ പറയുന്നതിൽ. പക്ഷെ ഈ ഔ സൗണ്ട് പിന്നീട് എന്തായി മാറി? ഔ ആയി മാറി. ഔ, ഔ അല്ല ഔ, ഔ എന്ന് പറയുന്ന ഒരു ഏമ്പക്കത്തിന്റെ കൂടെ ഉള്ള ഒരു ഊ സൗണ്ട് അല്ല, പകരം ഔ, ഔ. ഫോർ എക്സാമ്പിൾ ഹൗസ്, ഹൗസ് എന്ന് പറയുന്ന വാക്കിൽ വരുന്ന ഈ ഔ സൗണ്ട് ആണ് വന്നത്. ഔ അല്ല ഔ, ഔ അല്ല ഔ, ഔ സൗണ്ട് ആയിട്ട് മാറി. ഇതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ആദ്യത്തെ സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ചും രണ്ടാമത്തെ സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ച് നോക്കിക്കേ, വവൽസിൽ എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വന്നു. എളുപ്പമാണ് ഏകദേശം അല്ലെ, നമുക്ക് കുഴപ്പമില്ലാണ്ട് മനസ്സിലാക്കി എക്സാമിന് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നോക്കിക്കേ, ആ, ആ എന്ന് പറയുന്ന സൗണ്ട് ഞാൻ പറഞ്ഞു ഏമ്പക്കം വിടണം. അടുത്തത് എങ്ങനെയാ? ഏ. അപ്പം ആ സൗണ്ട് ചെറിയൊരു ഏമ്പക്കം പോലെ ആയി മാറി, സൗണ്ട് പിന്നെ എ ആയിട്ട് മാറി. കാരണം ആ തന്നെ പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളൊരു ഏമ്പക്കം പോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാം. ഒരുപാട് അങ്ങോട്ട് വാ തുറക്കണ്ട, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട്
എന്ന് പറയാം. പക്ഷെ ഈ എന്ന് പറയുമ്പോഴൊരു സുഖം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് ചെയ്തു, ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട് എ എന്ന് സൗണ്ട് ആക്കാൻ തുടങ്ങി. എ. പക്ഷെ എ എന്നൊരു സൗണ്ട് ആക്കിയെന്ന് പറഞ്ഞാലും അതിനൊരു സുഖം തോന്നാതെ ഇവരെന്ത് ചെയ്തു, ഇതിനെ കുറച്ചുകൂടി മോഡേണൈസ് ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ ആ എ സൗണ്ട് പിന്നീട് എന്തായി മാറി, ആ വവൽ സൗണ്ട് എ സൗണ്ട് ആയി മാറി. ഫോർ എക്സാമ്പിൾ ബേക്ക് എന്ന് പറയുന്ന വാക്ക്. ഇപ്പൊ ചോസറിന്റെ കാലഘട്ടത്തിൽ ബേക്ക് എങ്ങനെ എഴുതിരുന്നത്, ബാക്ക് എന്നായിരുന്നു എഴുതിയിരുന്നത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ബേക്ക്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബേക്ക്, പിന്നെയാണ് ബേക്ക് എന്ന് പറയുന്ന സൗണ്ട് വന്നത്. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ സെറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നാലാമത്തെ സെറ്റ് ഓഫ് ചേഞ്ച് നോക്കിയാലോ. അപ്പം ഈ നാലാമത്തെ സെറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. നാലാമത്തെ സെറ്റ് ഓഫ് ചേഞ്ച് എ എന്ന് പറയുന്ന സൗണ്ട് എ ആയി മാറി അല്ലേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ എ എന്ന് പറയുന്ന സൗണ്ട് ഇ ആയിട്ടും മാറിയിട്ടുണ്ട്. ഇ, നമ്മുടെ നീട്ടിയ ഈ സൗണ്ട് ആയിട്ട് മാറി. ഫോർ എക്സാമ്പിൾ ഗ്രീനകത്ത്, മീറ്റിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൗണ്ട് ആയിട്ട് മാറി. ഓക്കെ, ഇപ്പൊ പണ്ട് കാലങ്ങളിൽ മീറ്റിന് പറയുന്നത് മേറ്റ് എന്നായിരുന്നു. അതായിരിക്കുമല്ലോ ഓബിയസ്ലി, അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ എന്ന് പറയുന്ന സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത്, പിന്നീട് അത് മോഡേണൈസ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ആക്കിയിട്ടാണ് പിന്നീട് അതിനെ മീറ്റ് എന്ന് പറയുന്ന വവൽ സൗണ്ട് വന്നത്, ഇ എന്ന് പറയുന്ന വവൽ സൗണ്ട് വന്നത്. ഇനി അഞ്ചാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഈ സൗണ്ടിന് വന്ന വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യം മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഈ നീട്ടിയുള്ള ഈ സൗണ്ട് പിന്നീട് എന്തായി മാറി, ഏയ് ഏയ്, ആ ഒരു ഏമ്പക്കത്തിന്റെ കൂടെ ഈ സൗണ്ട് ഏയ്. പക്ഷെ ഏയ് എന്ന് പറയാൻ ഒരു സുഖമില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഐ എന്ന് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മോഡേൺ ഇംഗ്ലീഷിൽ ഇപ്പൊ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന ഐ സൗണ്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈസിനകത്ത് വരുന്ന ഐ സൗണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയാണ് ഈ 5 സൗണ്ട് ചേഞ്ചസ് വവൽസിൽ വന്നത് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് കാരണം. അപ്പൊ ഈ 5 സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ചസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇത് 5 സെറ്റ് ഇതുപോലെ എഴുതി വെച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ഞാനൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുകയുള്ളൂ. ഇപ്പം എനിക്കറിയാം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും BS3 കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിൽ ഈ ഒരു ടോപ്പിക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്ന് കാണിച്ചു തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ മോണോഫ്തോങ്സ്, ഡിഫ്തോങ്സ്, ഷോർട്ട് വവൽസ്, ലോങ് വവൽസ് ഒക്കെ കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോന്ന്. ഇല്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒട്ടും ഫോണറ്റിക്സ് അറിയാതെ വയ്യാത്ത കുട്ടികളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഇതിങ്ങനെയൊക്കെയാണ് വവൽ സൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ വവൽ സൗണ്ട്സിലാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കാർഡിനൽ വവൽ ഡയഗ്രാം അറിയാമെങ്കിൽ ഇത് ഈസിലി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് ഈസിലി പഠിക്കാൻ പറ്റും. അപ്പൊ ഈ 5 സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ചസും നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്തത് അതേ സംഭവം നമ്മൾ ആ ഒരു കാർഡിനൽ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നു, കാർഡിനൽ വവൽ ഡയഗ്രാം. ആ, എ, ഇ, ആ, ഓ, ഓ, ഊ. ഇത് മിഡിൽ ഇംഗ്ലീഷിലെ 7 വവൽസ് ആണ്. ഇതിൽ എങ്ങനെയാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേന്ന് മേളിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, താഴേന്ന് മേളിലോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ഇല്ലേ, ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ആദ്യം ഇത് ആ ആയിട്ട് മാറും. ആ, ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചേ എയും ഇയും കൂടി ഒരുമിച്ച് കിടക്കുന്നത്. ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ സ്റ്റെപ്പ് 3 നോക്കിക്കേ. ആ എന്ന് പറയുന്ന സൗണ്ട് ആദ്യം എന്തായി മാറും, ആ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്. അപ്പം ആ എന്ന് പറയുന്ന സൗണ്ട് ആദ്യം എന്തായി മാറി, ആ ആയിട്ട് മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അതിനുശേഷം ഈ ആ എന്ന് പറയുന്ന സൗണ്ട് മേളിലോട്ട് അങ്ങ് പോവും, മേളിലോട്ട് പോവും. കാരണം എന്താണ്,
ഓരോ വവൽസിന്റെ സ്റ്റാൻഡേർഡ് കൂടി കൂടി വന്നു. അപ്പൊ താഴെ കിടന്ന വവൽസ് എല്ലാം മേളിലോട്ട് പൊക്കോണ്ടിരുന്നു. അപ്പൊ ഈ ആ എന്ന് പറയുന്ന സൗണ്ട് എന്തായി മാറി? ആദ്യം ആ ആയിട്ട് മാറി. ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ആണ് പിന്നീട് എന്തായി മാറുന്നത്? എ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം മേളിലോട്ട് പോയി ഇത് എന്തായി മാറും? ഈ കാണുന്ന ആ becomes എ. മൂന്നാമത്തെയും അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഈ ആ എന്ന് പറയുന്ന സൗണ്ട് ഇതിന്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എ ആയി മാറും. അതിനുശേഷം സംഭവിച്ചതാണ് ഈ ആ എന്ന് പറയുന്ന സൗണ്ട് എ ആയിട്ട് മാറി. ഓക്കെ, ഇനി എ പറയുന്ന സൗണ്ട് എന്തായിട്ട് മാറും ഒന്ന് പറയാമോ? എ എന്ന് പറയുന്ന സൗണ്ട് എന്തായിട്ടായിരിക്കും മാറിയത്? ഇ ആയിട്ട് മാറി. കണ്ടോ, ഇവിടെ എ എന്ന് പറയുന്ന സൗണ്ട് ഇ ആയിട്ട് മാറി. ഇനി അടുത്ത് നോക്കാം നമുക്ക്. അതവിടെ നിൽക്കട്ടെ. ഈ ഈക്ക് ഇനി എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. ഈ അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഇവിടെ നിന്ന് മേളിലോട്ട് പോവാം. ഓ ആ ആയി മാറി, ആ എ ആയിട്ട് മാറി. അത് നമുക്കറിയാം. ഈ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ ആ ഇനി ഇങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഓ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഓ എടുക്കുകയാണെങ്കിൽ ഓയിൽ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? ഓ മേളിലോട്ട് പോയി എന്തായി മാറും? ഓ ആയിട്ട് മാറും. അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഓ മേളിലോട്ട് പോയിട്ട് ഓ ആയിട്ട് മാറും. ഇവിടെ ഈ പറയുന്ന പോലെ ഇതായിട്ട് മാറും. ഓ മേളിലോട്ട് പോയിട്ട് ഓ ആയി മാറും. അപ്പൊ ഓ മേളിലോട്ട് പോയിട്ട് എന്തായി മാറും? ഊ ആയിട്ട് മാറും. അല്ലേ? ഓ മേളിലോട്ട് പോയിട്ട് ഇവിടെ ഈ കിടക്കുന്ന ഓ will move up and it becomes ഊ. ഓക്കെ, ഇവിടെ നേരത്തെ ഈ കാണിച്ചതാണ്. അപ്പൊ ഈ എ മേളിലോട്ട് പോയിട്ട് എന്തായി മാറും? എ will move up and become ഇ. മനസ്സിലായി? അപ്പൊ ഇതിങ്ങനെ മേളിലോട്ട് പോകുന്നതാണ് സംഭവം. അപ്പം ഇനിയിപ്പോ മേളിൽ കിടക്കുന്ന ഈയും ഊവിനും മാറ്റം വരുന്നുണ്ട്. ഇതെന്ത് ചെയ്യും? ഈ ഈയും ഊവും താഴോട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, E and U they drop and they become I, O. മനസ്സിലായി? I, O. ഞാൻ നേരത്തെ പറഞ്ഞു അത് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ് വോക്കൽ കോഡ്സിനൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ I, O എന്തായിട്ട് മാറി? I, ഔ ആയിട്ട് മാറി. കണ്ടോ ഇവിടെ? ഈ I, O drop again to I, ഔ sound. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്. കുറച്ചുകൂടി ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞു തന്നെ. അപ്പൊ ഈ 8 സ്റ്റെപ്സും ഈ ഡയഗ്രാമും ആ 5 സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ചസും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആ എന്ന് പറയുന്ന സൗണ്ട് എന്തായിട്ട് മാറും? ആ എന്ന് പറയുന്ന സൗണ്ട് ആദ്യം നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അത് ആ ആയിട്ട് മാറുന്നു. ആ സൗണ്ട് ആണ് പിന്നീട് എ ആയിട്ട് മാറുന്ന. എ പിന്നീട് എ ആയിട്ട് മാറുന്നു. എ പിന്നീട് ഇ ആയിട്ട് മാറുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പൊ ആടെ സംഭവം എല്ലാം തീർന്നു. ഇനി ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഓ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ എന്തായിട്ട് മാറും? ഓ ആയിട്ട് മാറും. ഓ എന്തായിട്ട് മാറും? ഊ ആയിട്ട് മാറും. ഈ മേളിൽ കിടക്കുന്ന ഈയും ഊവും താഴെ വീണിട്ട് ഇത് ഔ, ഐ അങ്ങനെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഐ, ഔ എന്ന് പറയുന്ന 2 സൗണ്ടാണ്. പക്ഷെ അത് സുഖമില്ലാത്തതുകൊണ്ട് അത് പിന്നീട് എന്ത് മോഡേണൈസ്ഡ് ആയിട്ട് വരും? ഐ, ഔ എന്ന് പറയുന്ന സൗണ്ട്സ് ആയിട്ട് വരും. ഇതാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ഡയഗ്രാമും ഈ 8 സ്റ്റെപ്സും അതുപോലെ തന്നെ 5 സെറ്റ് ഓഫ് സൗണ്ട് ചേഞ്ചസും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതി വെക്കണം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ആണ്. മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രൊനൗൺസിയേഷനും ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് വന്ന ശേഷം മോഡേൺ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വവൽ സൗണ്ട്സിന് വ്യത്യാസം വന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതിലൊരു 5 എക്സാമ്പിൾസ് നിങ്ങൾ ഇതുപോലെ ഒരു ടേബിൾ ഒക്കെ വരച്ച് എക്സാമിന് എഴുതുകയാണെങ്കിൽ നല്ല മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇത് എല്ലാ വേർഡ്സും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് ഒരു 5 വേർഡ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ. ഹൗസ്. മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഇത് ഹൂസ് എന്നായിരുന്നു വായിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് സംഭവിച്ച ശേഷം അതെന്തായി മാറി? ഹൗസ് ആയിട്ട് മാറി. ഇനി മീറ്റ് എന്ന് പറയുന്ന വാക്ക്. ഈ മീറ്റ് എന്ന് പറയുന്ന വാക്ക് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ വായിച്ചിരുന്നത് മെയ്റ്റ് എന്നായിരുന്നു. ഇത് പിന്നീട് എന്തായി മാറി? പിന്നീട് ഇത് മീറ്റ് ആയിട്ട് മാറി.
ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു 5 വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക എക്സാമിന്. ഇപ്പൊ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇപ്പൊ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് വവൽ സൗണ്ട്സിന് ചേഞ്ചസ് വന്നിട്ട് പ്രൊനൗൺസിയേഷന്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഒക്കെ കൂട്ടി അല്ലെ. വവൽ സൗണ്ട്സിന്റെ ആ ഒരു പ്രൊനൗൺസിയേഷനും അതിന്റെ പ്രൊനൗൺസിയേഷന്റെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ക്വാളിറ്റിയും ഒക്കെ ഭയങ്കരമായിട്ടും കൂട്ടി. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്തിയത് സ്പെല്ലിങ്ങിലായിരുന്നു. ഓക്കെ, ഇപ്പൊ സ്പെല്ലിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 വാക്കുകളുടെ സ്പെല്ലിംഗ്. ഇപ്പൊ വെയിറ്റ്, ഈ എ എന്ന് പറയുന്ന വവൽ സൗണ്ട്, വെയിറ്റ് എന്ന് പറയുന്ന വാക്കിൽ എ സൗണ്ടാണ് വരുന്നത് അല്ലേ. ഇപ്പം ലെയിൻ, ലെയിനിൽ എന്ത് സ്പെല്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ലെയിൻ, LANE, ഇവിടെയാണ് ആ എ സൗണ്ട് വരുന്നത്. മെയ്ഡ്, മെയ്ഡ്. ഇപ്പൊ നോക്കിക്കേ, ഈ എയുടെ എവിടെയാണ് ആ സൗണ്ട് വരുന്നത്? എ സൗണ്ട്. സ്റ്റേ, സ്റ്റേ, സ്റ്റേയുടെ എവിടെ വരുന്നത്? എ വൈയുടെ എവിടെ വരുന്നത്? ഡേ, ഈ വൈയുടെ എവിടെയാണ് ആ ഒരു എ സൗണ്ട് വരുന്നത്? ഇവിടെ കണ്ടോ, ഇതിനെല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഇതിനകത്ത് എല്ലാം വരുന്ന ഒരു ഡിഫ്തോങ് എന്താണ്? എ എന്ന് പറയുന്ന സൗണ്ട് ആണ്. ഇപ്പൊ പ്രൊനൗൺസിയേഷന് ക്വാളിറ്റി കൂട്ടിയെങ്കിലും സ്പെല്ലിംഗ് ഭയങ്കരമായിട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇപ്പൊ ഈ വേർഡ്സ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം സ്പെല്ലിംഗ് വ്യത്യാസമാണ്, പക്ഷെ ഇതിലെല്ലാം എന്ത് സൗണ്ട് വരുന്നുണ്ട്? ആ ഒരു ഡിഫ്തോങ് ആയ എ എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നിങ്ങളിതൊന്ന് ശ്രദ്ധയോടെ ഇരുന്ന് ഈ ഒരു വീഡിയോ കാണുകയും ഒന്നും കൂടി കാണുകയും അത് നല്ലപോലെ ഒന്ന് ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതിയൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാണ് ദാറ്റ് ഞാനൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ല. അപ്പം ഞാൻ ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്തൊക്കെ ഭയങ്കര കോമഡി ആയിട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണം, പ്രൊനൗൺസിയേഷനൊക്കെ നമ്മൾ ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു നിയർ ടു നേറ്റീവ് ലൈക്ക് പ്രൊനൗൺസിയേഷനെങ്കിലും നമ്മൾ വരുത്താൻ ശ്രമിക്കണം. ഓക്കെ ദെൻ ഗൈസ്, സോ ഐ ഹോപ്പ് യു ഡു യുവർ എക്സാംസ് വെൽ. അപ്പം വൺസ് അഗൈൻ ഐ വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ്.